പക്ഷേ എല്ലാത്തിനെയും ഞെട്ടിച്ചുകൊണ്ട് വിധി വന്ന് മണിക്കൂറുകൾക്കകം റെജിയെ കാണാതാവുകയായിരുന്നു. ബന്ധുക്കളുടെ വീട്ടിലും ഒളിവിൽ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലുമെല്ലാം പോലീസ് പരിശോധിച്ചെങ്കിലും കൗമാരക്കാരിയായ പെൺകുട്ടിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് അവൾക്കായുള്ള അറസ്റ്റ് വാറന്റുകൾ കോടതി പുറപ്പെടുവിച്ചുകൊണ്ടേയിരുന്നു. കേസിനൊരു തുമ്പും കിട്ടാതെ വർഷങ്ങൾ കടന്നുപോയി. റെജിയെ കണ്ടെത്തുന്നതിന് തെളിവായി മതിയായ രേഖകളോ ചിത്രങ്ങളോ ഒന്നും തന്നെ പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. പോകെ പോകെ മറിയാമ്മയുടെ കുടുംബാംഗങ്ങൾ ഒഴിച്ച് മറ്റെല്ലാവരും റെജി എന്ന കഥാപാത്രത്തെ തന്നെ മറന്നു കഴിഞ്ഞിരുന്നു. ശിക്ഷ വിധിച്ച് 27 വർഷങ്ങൾക്ക് ശേഷം 2023 ജനുവരിയിൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാറും സംഘവും ഈ കേസിൽ പുനരന്വേഷണം ആരംഭിച്ചു. എറണാകുളം ജില്ലയിലെ പല്ലാരിമംഗലം സ്വദേശിയായ റെജി വീടുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല. ഇടയ്ക്ക് കോവിഡ് വന്ന് മരിച്ചു എന്ന തരത്തിലും റെജിയെക്കുറിച്ചുള്ള വാർത്തകൾ പോലീസിന് കിട്ടി. പക്ഷേ മരണപ്പെട്ടവരുടെ ലിസ്റ്റിലൊന്നും അവരുടെ പേരുണ്ടായിരുന്നില്ല. അതിനിടയിലാണ് പേര് മാറ്റി പലയിടങ്ങളിലായി ഇവർ ജോലി ചെയ്യുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ റെജിയുടെ ഫോൺ നമ്പറും ഇപ്പോഴത്തെ ഫോട്ടോയും മേൽവിലാസവും പോലീസിന് ലഭ്യമായി. മിനിരാജു എന്നായിരുന്നു റെജിയുടെ പുതിയ പേര്. 1999 ഇവർ തമിഴ്നാട് സ്വദേശിയെ വിവാഹം കഴിച്ച് 2 കുട്ടികളുമായി കുറച്ചുകാലം അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. പലതരം ജോലികൾ ചെയ്തും മാസച്ചിട്ടിയും ഓണഫണ്ടും നടത്തി എല്ലാവർക്കും സുപരിചിതയായി മാറിയ അവർ നാട്ടുകാരോട് പറയാനായി വിദഗ്ധമായ ഒരു കഥയും മെനഞ്ഞുണ്ടാക്കിയിരുന്നു. കോട്ടയത്തെ അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ചതാണ് താനെന്നും ഒരു തമിഴ് യുവാവിനെ പ്രണയിച്ച് നാടുവിട്ട തന്നെ വീട്ടുകാർ ഉപേക്ഷിച്ചുവെന്നൊക്കെയാണ് റെജി നാട്ടുകാരോട് പറഞ്ഞിരുന്നത്.